ചെയ്തവനല്ലേ എന്ന ചിന്തയോ, വ്യക്തിപരമായി നമ്മളോടൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അതിങ്ങനെ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല, അതങ്ങ് മറന്നു കളയണം. അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മറന്നു കളയേണ്ടത്, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് മറന്നു കളയണം. ഞാൻ ഇന്നാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല. കാരണം ഉപകാരം നമ്മളെ വകയിൽ ചെയ്തതല്ല, അല്ലാഹു നമുക്ക് തന്ന നിഅമത്താണത്, അല്ലാഹു തന്ന അനുഗ്രഹമാണത്. അത് നമ്മൾ ചെലവഴിച്ചു എന്നേ ഉള്ളൂ. ഒരു കടലാസിലൂടെ ഇരിഞ്ഞു പോകുന്ന ഉറുമ്പ് മനസ്സിലാക്കുന്നത് ഈ കടലാസിൽ എഴുതുന്നത് പെന്നിന്റെ നിബ്ബാണെന്നാണ്. വാസ്തവത്തിൽ എഴുതുന്നത് നിബ്ബല്ല കേട്ടോ, എഴുതുന്നത് പേനയല്ല കേട്ടോ, എഴുതുന്നത് ഈ കയ്യല്ല കേട്ടോ, എഴുതുന്നത് ഈ മനുഷ്യന്റെ പ്രവർത്തനം മാത്രമല്ല കേട്ടോ. അതിന്റെ പിന്നിൽ അള്ളാഹു കൊടുത്ത അറിവല്ലേ, പ്രവർത്തിക്കുന്ന മറ്റൊരു മനുഷ്യനല്ലേ. ഉറുമ്പ് മനസ്സിലാക്കുന്നത് എഴുതുന്നത് നിബ്ബാണെന്നാണ്. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും തോന്നും എന്റെ പ്രവർത്തനം കൊണ്ട് ഞാനത് ചെയ്തതാണ്, എന്റെ പവർ കൊണ്ടാക്കിയതാണ്, എന്റെ പ്രസംഗം കൊണ്ട് ചെയ്തതാണ്, എന്റെ പവർ കൊണ്ട് ചെയ്തതാണ്. വിഡ്ഢിത്തമാണ് സഹോദരാ. റബ്ബ് കൊടുത്തതേ കിട്ടൂ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. റബ്ബിൽ നിന്നല്ലാതെ ഖൈറുമില്ല ശർറുമില്ല, എല്ലാം റബ്ബ് സൃഷ്ടിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ, ആ തെറ്റ് ചെയ്തു പോയ മനുഷ്യന്റെ തെറ്റ് നമ്മളങ്ങ് മാപ്പ് കൊടുത്ത് മറന്നു കളയണം. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം നമ്മളെ മനസ്സിൽ ഓർമ്മിക്കാതെ അതങ്ങ് മറന്നു കളയണം. അതേസമയം രണ്ട് കാര്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഒന്ന്, നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം മറന്നു കളയണം. നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അത് ഞാനാക്കി, ഇത് ഞാനാക്കി, ഇത് ഞങ്ങളാക്കി, ഇത് പറയുന്നൊരു കമ്പനിയായി നമ്മൾ അതപ്പതിച്ചു പോകാതെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറന്നു കളയണം. നമ്മൾക്കാരുപകാരം ചെയ്തോ അത് നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കണം. അതുപോലെ നമ്മളോട് ചെയ്ത തെറ്റ് നമ്മൾ മറന്നു കളയണം. അതേ സമയത്ത് എപ്പോഴും അങ്ങോട്ട് ചെയ്തു പോയ തെറ്റ് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഏത് സൃഷ്ടിയോട് തെറ്റ് ചെയ്തു പോയോ, ഏത് സൃഷ്ടിയോട് തെറ്റ് ചെയ്തു പോയോ, സൃഷ്ടാവായ റബ്ബിനോട് തെറ്റ് ചെയ്തു പോയോ, ആ തെറ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് ഖേദം